കുട്ടികൾ ചേർന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നത് ബന്ധപ്പെട്ടവരെ അറിയിച്ചതിന് +2 വിദ്യാർത്ഥിയെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി. ഇയാളെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂവച്ചൽ ഉണ്ടപ്പാറ സ്വദേശി ഫഹദിനാണ് മർദ്ദനമേറ്റത്. 6 മാസങ്ങൾക്ക് മുമ്പാണ് സ്കൂളിൽ ലഹരി ഉപയോഗിക്കുന്ന 10 കുട്ടികളുടെ പേര് ഫഹദ് അധ്യാപകർക്ക് പറഞ്ഞുകൊടുത്തത്. അന്ന് ഫഹദിന് നേരെ ഭീഷണി ഉണ്ടായെങ്കിലും വീട്ടുകാർ മുൻകരുതൽ എടുത്തതിനാൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്നലെ പൂവച്ചൽ ആലമുക്ക് ജംഗ്ഷനിൽ വെച്ചാണ് ഫഹദിനെ മർദ്ദിക്കാനും കാറിൽ കയറ്റാനും ശ്രമിച്ചത്. ഫഹദ് നിലവിളിച്ചതോടെ വണ്ടിയിലെത്തിയവർ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും കേസെടുത്തതായും കാട്ടാക്കട പോലീസ് വ്യക്തമാക്കി. അന്ന് ലഹരി ഉപയോഗിച്ചതായി പറയപ്പെടുന്ന കുട്ടികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരാണ് കാറിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. കാറിൽ 6 പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം 6 മാസം മുന്നേ സ്കൂളിൽ ലഹരി ഇതിന് ഞാൻ ടീച്ചറിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടികൾ അന്ന് ലാസ്റ്റ് പരീക്ഷയ്ക്ക് അടിക്കുമെന്ന് പറഞ്ഞാൽ ആരനാട് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസാണ് എന്നെ പുറത്തിറക്കി. അപ്പം അതിൻ്റെ പേരിൽ അവർക്കൊന്നും ശരിയാക്കാത്തതുകൊണ്ട് അതിലുള്ള കുട്ടികളുടെ ചേട്ടന്മാരാണ് പകയിൽ. അങ്ങനെ അവർ വന്ന് ഞാൻ പേഴമുട്ട് സാധനം വാങ്ങിക്കാൻ പോകുന്ന ഇടയ്ക്ക് ഇവർ കാറിൽ ഒരു സ്വിഫ്റ്റ് വെള്ള കാറിൽ വന്ന് വണ്ടി ചേർത്ത് നിർത്തി അവരിറങ്ങി എൻ്റെ ഷോൾഡറിൽ പിടിച്ചടിക്കുകയും വലിച്ചെന്നെ കയ്യിൽ മുറിവുണ്ട് അകത്ത് പിടിച്ച് കയറ്റുകയും ചെയ്തു. അപ്പം ഞാൻ ബഹളം വയ്ക്കാണ്ട് ഇത് ഇട്ടിട്ട് പോയതാണ്. ഇത് നിരന്തരം വിഷയമാണ്. എത്ര പേരുണ്ടായിരുന്നു? 6 പേരുണ്ടായിരുന്നു. ഏത് വാഹനം ഏതാണ്? ഇതിനു മുമ്പേ കണ്ടറിയാമോ? ആളെ കണ്ടറിയാം. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം നിരന്തരം ഭീഷണിയുണ്ടോ? നിരന്തരം ഭീഷണിയുണ്ട്. ഇതിനുമുമ്പേ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. ഇനി നിന്നെ തിരിച്ചളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. അപ്പോൾ ഇതിനു മുമ്പേ പരാതി കൊടുത്തില്ലായിരുന്നു? ഇതിനു മുമ്പേ പരാതി കൊടുത്തിട്ടില്ലായിരുന്നു. സ്കൂളിൽ ലാസ്റ്റ് ദിവസം അടിക്കുന്നതിൻ്റെ പേരിലുള്ള പരാതി ആരനാട് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പോലീസിൽ ആശുപത്രി പോയതിനു ശേഷം എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു. ഷോൾഡറിൻ്റെ ഒക്കെ മുറിവിൻ്റെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. പരാതി കൊടുത്തിട്ടുണ്ട്.